അമേരിക്ക ഇന്ത്യക്ക് മേൽ പലതരത്തിലുള്ള താരിഫുകൾ ഏർപ്പെടുത്തിയിട്ടും ഇന്ത്യ അമേരിക്കയുടെ അടുത്ത് ചെന്ന് ഒരു സമവായ ചർച്ചയിലേക്ക് എത്താനോ അല്ലെങ്കിൽ താരിഫ് കുറച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിന്റെ കാല് പിടിക്കാനോ ഒന്നും ഇന്ത്യ ഇതുവരെ പോയിട്ടില്ല. നിലവിൽ സാമ്പത്തിക ഭദ്രതയിലും പുതിയ ആഗോള വ്യാപാര സഖ്യങ്ങളിലും വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുമായി ധൃതി പിടിച്ചുള്ള താത്കാലിക വ്യാപാര കരാറിൽ ഒപ്പുവെക്കേണ്ട എന്നാണ് ഇപ്പോൾ ഭാരതത്തിന്റെ ഒരു തീരുമാനം. ഇന്ത്യക്ക് കൂടുതൽ അനുകൂലമായ നിബന്ധനകളുണ്ട്. അത് നമ്മൾ അമേരിക്കയുമായിട്ട് മുന്നിട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യാം എന്ന് സമ്മതിച്ചാൽ മാത്രം നമ്മൾ ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇന്ത്യ ഇപ്പോൾ. ഇന്ത്യക്ക് കൂടുതൽ അനുകൂലമായ നിബന്ധനകൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ കാത്തിരിപ്പ്. US നികുതി ഇളവുകൾ സംബന്ധിച്ചും ഭാവിയിൽ ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ സാധ്യതയുള്ള പുതിയ നികുതികൾക്ക് എതിരായും ന്യൂഡൽഹി മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വാഷിംഗ്ടൺ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ചർച്ചകൾ തടസ്സപ്പെട്ടത്. കാർഷിക മേഖല പോലുള്ള അതീവ തന്ത്രപ്രധാനമായ മേഖലകളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും ഇന്ത്യ തയ്യാറല്ലെന്ന് റോയിട്ടേഴ്സ് വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറിന്റെ ഡൽഹി സന്ദർശന വേളയിൽ പരിമിതമായ രീതിയിലെങ്കിലും ഒരു താത്കാലിക കരാർ ഒപ്പിടാൻ അമേരിക്ക സാധിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇരുപക്ഷവും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ചൈന ഉൾപ്പെടെയുള്ള വിപണിയിലെ മറ്റ് എതിരാളികളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് നികുതി മുൻഗണന നൽകണമെന്ന ആവശ്യത്തിലും കരാറിന് ശേഷം US പുതിയ നികുതികൾ ചുമത്തില്ല എന്ന ഉറപ്പിലും സമവായത്തിലെത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല എന്ന ചർച്ചകളെക്കുറിച്ച് അറിവുള്ള ഭാരത സർക്കാർ ഒരു നീക്കത്തിലാണ് ഇപ്പോൾ എത്തിയത്. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അമേരിക്ക കേട്ടാൽ നിങ്ങളുടെ കരാറുകൾ നമ്മൾ ഒപ്പിടാം എന്ന ഒരു നീക്കത്തിൽ ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ഇന്ത്യക്ക് അനുകൂലമല്ലാത്ത ഒരു കരാറിലേക്ക് ധൃതി പിടിച്ച് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കാർഷിക മേഖല പോലുള്ള ലക്ഷ്മണ രേഖകൾ മറികടന്നുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും അതായത് ഭാരതത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ആ രീതിയിലേക്കുള്ള ഒരു നീക്കത്തിനും ഇന്ത്യ തയ്യാറല്ലെന്ന് ഔദ്യോഗികമായി തന്നെ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം അവസാനം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന പുതിയ നികുതികൾക്ക് മുന്നോടിയായി തന്ത്രപ്രധാന പങ്കാളിയായ ഇന്ത്യയിൽ നിന്ന് വേഗത്തിലുള്ള വ്യാപാര ഇളവുകൾ നേടിയെടുക്കാനാണ് വാഷിംഗ്ടൺ ഒരു ശ്രമം നടത്തിയത്. എന്നാൽ ജാമിസൺ ഗ്രീറുമായുള്ള ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ കൃത്യമായ വ്യാപാര നേട്ടങ്ങൾ ഉറപ്പു നൽകാതെ US കരാർ നടപ്പിലാക്കില്ലെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയിരുന്നു. കടുത്ത നികുതി ഭീഷണികൾക്കിടയിലും ഭാരതം സ്വീകരിച്ച ഉറച്ച നിലപാടിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഉണ്ടായത്. നിലവിൽ ഭൂരിഭാഗം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും 10% US നികുതിയാണ് ഉള്ളത്. എന്നാൽ അമിത വ്യവസായ ഉത്പാദന ശേഷി ആരോപിച്ചുകൊണ്ട് ഈ മാസം അവസാനം ട്രംപ് ഭരണകൂടം നികുതി നിരക്കുകൾ കുത്തനെ ഉയർത്തിയേക്കും. നിർബന്ധിത തൊഴിൽ ചൂഷണത്തിലൂടെ നിർമ്മിച്ച ഉത്പന്നങ്ങളുടെ വ്യാപാരം തടയുന്നതിൽ പരാജയപ്പെട്ടെന്ന് ആരോപിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾക്ക് മേൽ 12.5% വരെ പുതിയ നികുതി ചുമത്താൻ വാഷിംഗ്ടൺ ഇതിനോടകം തന്നെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ അമിത ഉൽപാദന ശേഷി സംബന്ധിച്ച US ആരോപണങ്ങൾ ഡൽഹി പൂർണ്ണമായി തന്നെ നിഷേധിക്കുന്നുണ്ട്. അതേസമയം വർദ്ധിച്ചു വരുന്ന കയറ്റുമതിയും മറ്റ് വിദേശ രാജ്യങ്ങളുമായും സാമ്പത്തിക കൂട്ടായ്മയുമായും ഒപ്പിട്ട ഒരു പുതിയ വ്യാപാര കരാറുകളും ഇന്ത്യയുടെ ആഗോള നിലപാട് കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടെന്നും സാമ്പത്തിക വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇറാനിലെ യുദ്ധം മൂലമുണ്ടായ തടസ്സങ്ങൾക്കിടയിലും പെട്രോളിയം ഉത്പന്നങ്ങളുടെ ഉയർന്ന കയറ്റുമതിയുടെ കരുതൽ ഏപ്രിൽ ജൂൺ കാലയളവിൽ ഇന്ത്യയുടെ ആകെ ഉൽപ്പന്ന കയറ്റുമതി മുൻ വർഷത്തെ വച്ച് നോക്കുമ്പോൾ 15% വർദ്ധിച്ചു. കൂടാതെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി യുദ്ധത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരിച്ചെത്തുകയും മാർച്ചിലെ $2.62 ബില്യൺ നിന്ന് മെയ് മാസത്തിൽ $5.3 ബില്യൺ ഉയരുകയും ചെയ്തിട്ടുണ്ട്. വ്യാപാരികൾ മറ്റ് ബദൽ കപ്പൽ ഗതാഗത മാർഗങ്ങൾ സ്വീകരിച്ചാണ് ഇതിന് ഒരു സഹായമായി ഇന്ത്യക്ക് നൽകിയത്. ഇതേ മാസം ഏപ്രിൽ മെയ് മാസങ്ങളിൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി $17.29 ബില്യൺ ഉയരുകയും ചെയ്തു. ഇതിനു പുറമെ ഈ മാസം പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന UK-യുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറും അടുത്ത വർഷം ആദ്യത്തോടെ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറും മറ്റ് വികസിത വിപണികളിലേക്കുള്ള പ്രവേശനം ഇന്ത്യ വിപുലീകരിക്കുകയാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ ചില വ്യാപാര നടപടികൾക്ക് നിയമപരമോ രാഷ്ട്രീയമോ ആയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നേക്കാമെന്ന കണക്കുകൂട്ടലും ഇന്ത്യക്കുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ അമേരിക്ക എന്ത് നടപടി വന്നാലും അത് നേരിടും, നെഞ്ചും വിരിച്ചുകൊണ്ട് നേരിടും എന്ന രീതിയിലാണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത്.